MCQ series, cost sheet, question number 2. The production cost incurred for 1 unit of finished goods was ₹80. Production cost incurred for 1 unit of finished goods was rupees. Production cost എത്രയാണ് 80 ആണ്. Direct material were 1/4 of the total cost. Total cost എത്രയാണ് ഇവിടെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് എത്രയാണ് 80 ആണ് തന്നിരിക്കുന്നത്. Direct materials were 1/4 of total cost and direct labor was 45% of the combined total of direct labor and factory overhead. Okay, direct labor cost എന്ന് പറയുന്നത് 45% of the combined total labor cost and factory overhead. Yes, എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്? റിക്വയർമെന്റ് എന്താണ്? ദ കോസ്റ്റ് ഫോർ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് കണ്ടെത്തണം, ഡയറക്റ്റ് ലേബർ കോസ്റ്റ് കണ്ടെത്തണം ആൻഡ് ഫാക്ടറി ഓവർഹെഡ്. യെസ്, 4 ഓപ്ഷൻ ഉണ്ട്. A20, 27, 33, B20, 33, 27. അതിനകത്ത് ഡയറക്റ്റ് മെറ്റീരിയൽ ആണ് ഫസ്റ്റ് തന്നിരിക്കുന്നത്, ഡയറക്റ്റ് ലേബർ, ഫാക്ടറി ഓവർഹെഡ്. യെസ്, ആ രീതിയിലാണ് ഓർഡർ തന്നിരിക്കുന്നത്. C20, 36, 24. D24, 24, 36. ഓക്കെ, ഈ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് നമുക്ക് ടോട്ടൽ കോസ്റ്റ് എത്രയാണെന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായി. എത്രയാണ്? 80 ആണ് ടോട്ടൽ കോസ്റ്റ്. 80 അല്ലേ? 80 ആണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഫിനിഷ്ഡ് ഗുഡ്സിന്റെ ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? 80. അതിന്റെ 1/4 ആണ് ഡയറക്റ്റ് മെറ്റീരിയൽ. അതിന്റെ 1/4 യെസ്, ഡയറക്റ്റ് മെറ്റീരിയൽ വേർ 1/4 ഓഫ് ദി ടോട്ടൽ കോസ്റ്റ്. അങ്ങനെയാണെങ്കിൽ 80യുടെ 1/4 എത്രയാണ് വരിക? 80 into 1/4 എത്രയാണ് വരിക? 20 ആയിരിക്കും ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് 20 അല്ലേ? നമുക്കറിയാം ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസ് ടോട്ടൽ നമുക്ക് കിട്ടും പ്രൈം കോസ്റ്റ് കിട്ടും. ഈ പ്രൈം കോസ്റ്റിന്റെ കൂടെ ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഫാക്ടറി കോസ്റ്റ് കിട്ടും. ഓക്കെ, ഇവിടെ നമുക്ക് വേറെ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, വേറെ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ മുന്നേയുള്ള മറ്റുള്ള ഐറ്റത്തിന്റെ ഡീറ്റെയിൽസ് ഒന്നും ക്വസ്റ്റ്യൻ പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഫാക്ടറി കോസ്റ്റും കോസ്റ്റ് തന്നെയാണ് പ്രൊഡക്ഷൻ കോസ്റ്റ്, അത് തന്നെയാണ് ടോട്ടൽ കോസ്റ്റ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? ഫിനിഷ്ഡ് പ്രൊഡക്റ്റിന്റെ ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? 80 ആണ്. അതായത് 20 എന്ന് പറയുന്നത് എന്താണ്? മെറ്റീരിയൽ കോസ്റ്റ് ആണ്. ഓക്കെ, ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് 20 ആണ്. അങ്ങനെയാണെങ്കിൽ ബാലൻസ് 60 ആയിരിക്കും എന്തുണ്ടാവുക? ഡയറക്റ്റ് ലേബറിന്റെയും ഫാക്ടറി ഓവർഹെഡിന്റെയും ടോട്ടൽ. 80 പ്രൊഡക്ഷൻ കോസ്റ്റ് ആണ്. ആ 80യിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് മെറ്റീരിയൽ നമുക്ക് കിട്ടി 20 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 60 ആയിരിക്കും നമുക്ക് എന്തുണ്ടാവും? ഡയറക്റ്റ് ലേബർ ആൻഡ് ഫാക്ടറി ഓവർഹെഡിന്റെ ടോട്ടൽ കോസ്റ്റ്. ഡയറക്റ്റ് ലേബർ ആൻഡ് ഫാക്ടറി ഓവർഹെഡ് ടോട്ടൽ കോസ്റ്റ് ആണ് 60 ആയിരിക്കും. ആ 60യുടെ 45% ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് ലേബർ വാസ് 45% of combined total of direct labor and factory overhead. That means ആ 60യുടെ 45% ആണ് ഡയറക്റ്റ് ലേബർ കോസ്റ്റ്. എത്രയാണ് വരിക? 60 into 45% എത്രയാണ് വരിക? 27. അങ്ങനെയാണ് ഡയറക്റ്റ് ലേബർ എത്രയാണ് വരിക? 27 rupees ആണ്. ഇപ്പൊ 20 മെറ്റീരിയൽ ആണ്, 27 എന്ന് പറയുന്നതാണ് ഡയറക്റ്റ് ലേബർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഔട്ട് ഓഫ് 60 ആണ് കമ്പൈൻഡ് ടോട്ടൽ ഡയറക്റ്റ് ലേബർ പ്ലസ് ഫാക്ടറി ഓവർഹെഡ്. ഇപ്പൊ 60യിൽ 27 എന്ന് പറയുന്നത് എന്താണ്? ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ 60 മൈനസ് 27 33 ആയിരിക്കും ഫാക്ടറി ഓവർഹെഡ്. ഫാക്ടറി ഓവർഹെഡ് എത്രയാണ്? 33. ഇങ്ങനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് 20, ഡയറക്റ്റ് ലേബർ കോസ്റ്റ് എത്രയാണ്? 27. അപ്പൊ നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടി. അതിന്റെ കൂടെ 33 ഫാക്ടറി ഓവർഹെഡും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? പ്രൊഡക്ഷൻ കോസ്റ്റ് കിട്ടി. ഓക്കെ, ഇതിനകത്ത് ഏതാണ് ആൻസർ ശരി? ABCD. യെസ്, A, 20, 27 and 33 റെസ്പെക്റ്റീവ്ലി. ഇതാണ് ആൻസർ.